Hi students, welcome to the 10th chapter of our mathematics, that is circles. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ ആണ് എന്ത് സർക്കിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ 9th ക്ലാസ്സിൽ ഈ ഒരു സർക്കിൾസ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് വളരെ എന്താ പറയാ കുറച്ച് ലെങ്ത് കൂടിയത് പ്രൂവ് ദാറ്റ് ആ രീതിയിലൊക്കെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ ഈ ഒരു സർക്കിൾസിൽ അല്ലെങ്കിൽ ഈ ഒരു 10th സർക്കിൾസിന്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. കാരണം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ടാൻജന്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു സർക്കിളിൽ എന്താണ് ടാൻജന്റ്, അല്ലെങ്കിൽ ടാൻജന്റും സർക്കിളും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതേപോലെ തന്നെ അതിൽ എങ്ങനെയാണ് ഇതിന്റെ ടാൻജന്റുമായിട്ടുള്ള റിലേഷൻസ് വരുന്നത്, ലൈക്ക് റേഡിയസും ടാൻജന്റും തമ്മിലുള്ള കോമൺ പോയിന്റ് ഏത് ആംഗിളിലാണ് ഉണ്ടാവുക. ഇപ്പൊ ഒരു സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ എന്താ പറയാ ഒരു സർക്കിളിലേക്ക് നമ്മൾ 2 ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് തമ്മിൽ എന്താണ് റിലേഷൻ, ഈക്വൽ എന്നുള്ളതാണ് റിലേഷൻ. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. ആകെ 2 തിയറംസ് മാത്രമേ ഉള്ളൂ ബേസിക്കലി. സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സർക്കിൾസിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്. ഇതില് നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ ഫിഗർ സർക്കിളുമായിട്ട് ഈ ലൈൻ എന്ത് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല, നോൺ ടച്ചിങ് എന്ന് പറയാൻ പറ്റും. ഈ ഒരു കേസിൽ സർക്കിളിൽ 2 പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. 2 പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റും എ ബി എന്നുള്ള 2 പോയിന്റ്. അപ്പൊ ഇങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, സീക്കൻഡ് എന്ന് പറയും. അതിന് നമ്മൾ പറയുന്ന പേരാണ് സീക്കൻഡ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു ലൈന് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ലൈൻ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ചിങ്ങോട്ട് മൂവ് ചെയ്തു. ഇനി കുറച്ചുകൂടി ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്തു. ജസ്റ്റ് ഒരൊറ്റ കോമൺ പോയിന്റ് ആണുള്ളത് എന്ന് വിചാരിക്കുക. ലൈക്ക് ദ തേർഡ് ഫിഗർ യു ക്യാൻ സി, ഇതാണ് ആ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. അപ്പൊ അത് മാക്സിമം എന്താ പറയാ ജസ്റ്റ് ഒന്ന് ടച്ച്, തൊട്ടില്ല എന്നുള്ള രീതിയിൽ വളരെ എന്താ പറയാ ഒരു സ്മോൾ പോയിന്റിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടാൻജന്റ് എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിലുള്ള ഒരൊറ്റ പോയിന്റ് മാത്രമായിട്ട് ഒരു ലൈന് ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടാൻജന്റ് എന്ന് പറയാം. സോ ടാൻജന്റ് ഈസ് എ ലൈൻ ദാറ്റ് ടച്ചസ് എ സർക്കിൾ അറ്റ് ഓൺലി 1 point. And what is the secant? Secant is a line that touches the circle in how many points? 1, 2 point. ഇനി അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, സർക്കിൾ ടച്ച് ചെയ്യുന്നേ ഇല്ല. ഇത് നമുക്ക് തീരെ ഇമ്പോർട്ടന്റ് അല്ല. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ, ടാൻജന്റ്. അത് കഴിഞ്ഞിട്ട് സീക്കൻഡ്. പിന്നെ ഇതിന് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു സർക്കിൾ അതിന്റെ അപ്പുറത്ത് ഒരു വര വരച്ചു എന്നേ ഉള്ളൂ. സോ ടാൻജന്റ് എന്താണ്, എ ടാൻജന്റ് ഈസ് എ ലൈൻ ദാറ്റ് ടച്ചസ് എ സർക്കിൾ അറ്റ് എക്സാക്ട്ലി 1 point. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ തലങ്ങും വിലങ്ങും ഇങ്ങനെ ഒരുപാട് ലൈൻ ഇങ്ങനെ വരയ്ക്കാൻ, ഒരുപാട് ലൈന്. ഈ പി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ എല്ലാ ലൈനും വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ ലൈന് PQ1 കണ്ടോ, സർക്കിളിൽ PQ1 ഒരു പോയിന്റ് ടച്ച് ചെയ്തു. പിന്നെ PQ2, പിന്നെ PQ3, പിന്നെ അതേപോലെ തന്നെ പിന്നെന്ത് ചെയ്തു, പി നേരെ ഇങ്ങനെ പോയി. സർക്കിൾ ഒരു ഒറ്റ പോയിന്റിലെ ടച്ച് ചെയ്തുള്ളൂ, അത് പി എന്നുള്ള പോയിന്റാണ്. പിന്നെ അത് കുറച്ചുകൂടി ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചപ്പോ എന്തായിട്ടുണ്ട്, PR1, പിന്നെ അതേപോലെ PR2, പിന്നെ PR3 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കേസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കേസിലും സർക്കിളിന്റെ 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കേസിൽ എന്ത് ചെയ്തു, സർക്കിളിൽ ഒരൊറ്റ പോയിന്റ് ദാറ്റ് ഈസ് പിയിൽ ടച്ച് ചെയ്ത് എന്ത് ചെയ്തു, ആ ഒരു ലൈന് നേരെ അങ്ങോട്ട് പോയി. ആ ഒരു ഒറ്റ ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടാൻജന്റ് എന്ന് പറയാം. ബാക്കിയുള്ള എല്ലാ ലൈൻസും ഈ ലൈന് പിയിലും R3യിലും 2 പോയിന്റ് ഉണ്ട്, അതിനെ നമ്മൾ എന്താ പറയാ, സീക്കൻഡ്. ഈ ലൈന് PR1 2 പോയിന്റ് ഉണ്ട്, അതിനെ നമ്മൾ സീക്കൻഡ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു ഒറ്റ കേസ് മാത്രമേ എന്താവുള്ളൂ, അത് ടാൻജന്റ് ആവുള്ളൂ. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് എ ലൈൻ ദാറ്റ് ഇന്റർസെക്ട് ദ സർക്കിൾ അറ്റ് ഓൺലി 1 point and this point is called the point of contact. അപ്പൊ ഇത് ഈ ഒരു P എന്നുള്ള ഈ ഒരു പോയിന്റിനെ നമ്മൾ എന്തെന്നാ പറയാ, ഈ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ സർക്കിളുമായിട്ട് ഒരു ഒറ്റ പോയിന്റിലെ കോണ്ടാക്ട് ഉണ്ടാവും. ആ ഒരു പോയിന്റിനെ നമ്മൾ എന്തെന്ന് പറയും, പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ടാൻജന്റ് മാത്രമേ, there is only one tangent at a point on the circle. ഒരു പോയിന്റിൽ ഒരു ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ടാൻജന്റ് ആണ്, ഇത് വേറെ ടാൻജന്റ് ആണ്, ഇത് വേറെ ടാൻജന്റ് ആണ്, ഇത് വേറെയാണ്. ഒരുപാട് ടാൻജന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷെ
ഒരു പോയിന്റിൽ ഒരൊറ്റ ടാൻജന്റേ ഉള്ളൂ. ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിൽ ഒന്നിലധികം ടാൻജന്റ് വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചതാണിത്. പക്ഷെ എന്താണ്, ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ടാൻജന്റ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം എന്തായി പോകും, സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്തു പോകും. അതാണ് പ്രശ്നം. അപ്പൊ ഒരൊറ്റ ലൈന് മാത്രമേ ഉള്ളൂ എന്ത് ഇവിടെ ടാൻജന്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി അതേപോലെ തന്നെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ സീക്കന്റ് ജസ്റ്റ് ഇങ്ങനെ എൻഡിലേക്ക് പുഷ് ചെയ്താൽ അതെന്തായി മാറും, ടാൻജന്റ്. അതാണ് ഇവിടെ പറയുന്നത്. ടാൻജന്റ് ടു എ സർക്കിൾ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ദ സീക്കന്റ് വെൻ ദ ടു എൻഡ് പോയിന്റ്സ് ഓഫ് കറസ്പോണ്ടിങ് കോഡ്സ് കോയിൻസൈഡ് എന്ന് പറഞ്ഞാൽ ദ ടാൻജന്റ് ടു എ സർക്കിൾ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ദി സീക്കന്റ് വെൻ ദ ടു എൻഡ് പോയിന്റ് ഓഫ് ദി കറസ്പോണ്ടിങ് കോഡ് കോയിൻസൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയതാ, ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു ടാൻജന്റ് ഉണ്ട്, ഇതാണ് എൻഡ് പോയിന്റ് അല്ലെ, ഇതാണ് എൻഡ് പോയിന്റ്. കുറച്ചുകൂടി ഇങ്ങനെ ഇങ്ങോട്ട് പുഷ് ചെയ്തു, അപ്പൊ ഇതാണ് രണ്ട് എൻഡ് പോയിന്റ്. കുറച്ചുകൂടി ഇങ്ങോട്ട് പുഷ് ചെയ്തു, ഇതാണ് രണ്ട് എൻഡ് പോയിന്റ്. അങ്ങനെ പോയി 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 എന്ത് ചെയ്തു, ഈ എൻഡ് പോയിന്റ് നോക്കി, ഈ ദൂരത്തിനേക്കാൾ കുറവാണ് ഈ ദൂരം, അതിനേക്കാൾ കുറവാണ് ഈ ദൂരം. അങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടെ നോക്കി, ഇതാണ് എൻഡ് പോയിന്റ്, ഈ രണ്ട് എൻഡ് പോയിന്റ്. അപ്പൊ ഇതിങ്ങനെ ലെങ്ത് ഇങ്ങനെ ആ എൻഡ് പോയിന്റിന്റെ ലെങ്ത് ഇതാ നോക്കി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അവസാനം എന്ത് ചെയ്യും, ഈ രണ്ട് എൻഡ് പോയിന്റ് ഒരൊറ്റ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടാൻജന്റ് എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയുമാണ് ഇതിൽ ബേസിക്കലി സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ തിയറമാണ്. തിയറത്തിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് the tangent at any point of a circle is perpendicular to the radius through the point of contact. അത് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കി, ഈ ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി വരും എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ടാൻജന്റ് ഉണ്ട്, അത് സെന്ററിൽ നിന്ന് എപ്പോഴും 90 ഡിഗ്രി, ഇത് ഓൾവേസ് ട്രൂ ആണ്. അപ്പൊ അതാണ് എന്ത് ഒന്നാമത്തെ തിയറം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രൂഫിന്റെ ഒന്നും ആവശ്യമില്ല. സോ ഇത് 90 ഡിഗ്രി വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ പ്രോബ്ലംസ് എന്ന് പറയാൻ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. എന്താ പ്രോബ്ലത്തിൽ പറയണേ, ഹൗ മെനി ടാൻജൻസ് ക്യാൻ എ സർക്കിൾ ഹാവ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സർക്കിളിൽ ഒരു പോയിന്റിൽ ഒറ്റ ടാൻജന്റാ. അതല്ലാതെ ഒരുപാട് ടാൻജന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ടാൻജന്റ് ആണ്, ഇത് വേറൊന്നാണ്, ഇത് വേറൊന്നാണ്, ഇത് വേറൊന്നാണ്. ഒരുപാട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഹൗ മെനി സർക്കിൾ ക്യാൻ ഹാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് infinitely many number of tangents we can have. ഇനി അതേപോലെ fill in the blanks. A tangent to a circle intersect it in dash point. A tangent to a circle intersect it in dash point. Tangent എത്ര പോയിന്റിലാ ഇന്റർസെക്ട് ചെയ്യാ, ഓൺലി 1 പോയിന്റ്, ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുള്ളൂ. ഇനി അടുത്ത ചോദ്യം, എ ലൈൻ ഇന്റർസെക്ടിങ് എ സർക്കിൾ ഇൻ 2 പോയിന്റ് ഈസ് കോൾഡ് ഡാഷ്. ഒരു ലൈന് ഒരു സർക്കിൾ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എന്താ പേര് പറയാ, അതിനെ നമ്മൾ പറയും എന്ത്, സീക്കന്റ്. ഇനി അതേപോലെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻസ് അറ്റ് ദ മോസ്റ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ നോക്കിയേ, ഒരു സർക്കിൾ ഉണ്ട്, ഇങ്ങനെ ഒരു ടാൻജന്റ് ഉണ്ട്, ഇതിന് പാരലൽ ആയിട്ട് എത്ര ടാൻജന്റ് ഉണ്ടാവും? ഇങ്ങനെ വരച്ചാൽ അത് ടാൻജന്റ് അല്ല, സീക്കന്റാ. ഇങ്ങനെ വരച്ചാൽ എന്താണ്, ടാൻജന്റ് ആണ് അല്ലെ. സോ ഒരു സർക്കിളിന് ക്യാൻ ഹാവ് 2 പാരലൽ ടാൻജൻസ്. പക്ഷേ ഇതിന് വേറൊരു മീനിങ് കൂടി ഉണ്ട് കേട്ടോ, വേറൊരു മീനിങ് കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാല് ഇത് 2 പാരലൽ ടാൻജൻസ് ആണ് അല്ലെ. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ 2 പാരലൽ ടാൻജൻസ് ആണ്. പക്ഷെ ഈ രണ്ടെണ്ണവും എന്തല്ല, പരസ്പരം പാരലൽ അല്ല. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പാരലൽ ടാൻജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാൻജന്റിന് പാരലൽ ആയിട്ട് വേറെ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ഒരു ടാൻജന്റ് വരയ്ക്കുന്നതെങ്കിൽ അതിന് പാരലൽ ആയിട്ട് 1. ഇപ്പോ ഇനി നോക്കിയത് ഇങ്ങനെയാണെങ്കിൽ അതിന് പാരലൽ ആയിട്ട് 1. അപ്പൊ ആ രീതിയിലാണ് ഉണ്ടാവുക. അതാണ് ഇവിടെ 2 എന്ന് എഴുതിയത്. പക്ഷെ ഒരുപാട് ടാൻജൻസ് നമുക്കൊരു സർക്കിളിൽ വരയ്ക്കാൻ പറ്റും. പാരലൽ പേഴ്സ് ഒരുപാടെണ്ണം ഉണ്ടാവും, ഒരുപാടെണ്ണം പാരലൽ പേഴ്സ് ഉണ്ടാവും. ഇതും പാരലൽ പേഴ്സ് ആണ്, ഇതും പാരലൽ ആണ്, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടാവും. പക്ഷെ ഒരു പാരലൽ ടാൻജന്റിന് ഒരൊറ്റൊന്നേ പാരലൽ ആയിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി അടുത്ത ചോദ്യം, ദ കോമൺ പോയിന്റ് ഓഫ് എ ടാൻജന്റ് ടു എ സർക്കിൾ ആൻഡ് ദ ടാൻജന്റ് ടു എ സർക്കിൾ ആൻഡ് ദ സർക്കിൾ ഈസ് കോൾഡ് എന്ന് പറഞ്ഞാല് ഒരു സർക്കിളിലുള്ള ആ ഒരു കോമൺ പോയിന്റ്, അതേപോലെ ടാൻജന്റിലുള്ള ആ ഒരു കോമൺ പോയിന്റ്, ഇതെന്താന്നാ ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്തായിരുന്നു അത്,
പോയിന്റ് ഓഫ് കോണ്ടാക്ട്. സോ നമുക്ക് എഴുതാം പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇതാണ് ആ ഒരു പേര് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. എ ടാൻജന്റ് പി ക്യു അറ്റ് എ പോയിന്റ് P of a circle of radius 5 cm meets a line through the center O at a point Q so that OQ equal to 12 cm. Length of PQ is dash. ഇതാണ് ചോദിച്ചത്. ഇത് നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു ഫിഗർ നീറ്റ് ആയിട്ട് വരയ്ക്കണം. സോ ഫിഗർ വരയ്ക്കാം. സർക്കിളിന്റെ റേഡിയസ് എന്താ? 5 ആണ്. മാത്രല്ല എ ടാൻജന്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ, ഇതാണ് എന്ത് പി എന്ന് പറയുന്നത്. ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm മീറ്റ്സ് എ ലൈൻ ത്രൂ ദ സെന്റർ O അറ്റ് എ പോയിന്റ് Q സോ ദാറ്റ് OQ is equal to 12. ഇതാണ് തന്നത്. ഇത് 5, ഇത് 12. എന്താണ് ലെങ്ത് ഓഫ് പി ക്യു എന്നാണ് ചോദിച്ചത്. വളരെ ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു പൈതഗോറസ് തിയറം ഇവിടെ യൂസ് ചെയ്താൽ മതി. എന്താ പൈതഗോറസ് തിയറത്തിൽ ചെയ്യേണ്ടത്? ജസ്റ്റ് നമ്മൾക്ക് പി ക്യു ആണ് കാണേണ്ടത്. സോ നമുക്ക് എഴുതാൻ പറ്റും പി ക്യു എന്ന് പറയുന്നത് എങ്ങനെയാ കാണാൻ പറ്റുക? പി ക്യു സ്ക്വയർ. സോ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്ത് ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ഉണ്ടാവും അല്ലെ? 180 ആക്ച്വലി 90 ഡിഗ്രി ആണ് എപ്പോഴും റേഡിയസും ടാൻജന്റുമായിട്ടുള്ള ലൈൻ എന്നുള്ളത് നമ്മൾ തിയറം 1 പറഞ്ഞതാണ്. 10.1 തിയറത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്? പി ക്യു സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക? ഒ ക്യു സ്ക്വയർ. അതെങ്ങനെ അങ്ങനെ വരുന്നത്? കാരണം ഹൈപ്പോന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു hypotenuse square equal to opposite side square plus adjacent side square. നമുക്കറിയാലോ. സോ ഇത് ഏതാണ് തിയറം? ദിസ് ഇസ് പൈതഗോറസ് തിയറം. പൈതഗോറസ്, തൽക്കാലം പൈതഗോറസ് തിയറം എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. പൈതഗോറസ് തിയറം, പൈത് തിയറം എന്ന് എഴുതുന്നുള്ളൂ. സോ ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് എന്താണ് പി ക്യു എന്നല്ലേ ചോദിച്ചത്. സോ നമുക്ക് എഴുതാൻ പറ്റും പി ക്യു സ്ക്വയർ is equal to OQ square. എത്രയാണ്? OQ square എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ അല്ലെ? 12 സ്ക്വയർ മൈനസ് എന്താ OP സ്ക്വയർ? 5 സ്ക്വയർ അല്ലെ? സോ ദിസ് ഇസ് ഈക്വൽ ടു 144 മൈനസ് 25 which is 119. അങ്ങനല്ലേ വരിക? പി ക്യു സ്ക്വയർ ഈക്വൽ ടു 119. സോ വാട്ട് ഇസ് പി ക്യു? പി ക്യു എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട എന്താ വരിക? √119 വരിക. കാരണം സ്ക്വയർ അല്ല ഇവിടെ തന്നത്. സോ നമുക്ക് പറയാൻ പറ്റുന്നത് പി ക്യു ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 119. ഇത്ര മാത്രമേ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ അതോടുകൂടി ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇനി ഈ ഒരു സെക്ഷനിൽ ഒരൊറ്റ പ്രോബ്ലം കൂടിയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനാണ്. ഓക്കെ. സോ ഈ ഒരു പ്രോബ്ലം എന്താണ് ചോദിക്കുന്നത്? ഡ്രോ എ സർക്കിൾ and 2 lines parallel to a given line such that one is a tangent and the other is a secant to the circle. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതില് ഒരു ടാൻജന്റ് വരയ്ക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഒരു സീക്കന്റ് വരയ്ക്കണം. അപ്പൊ നിങ്ങൾ നോക്കി, ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കാം. സോ ലെറ്റ്സ് ഡ്രോ എ സർക്കിൾ. ഒരു സർക്കിൾ വരച്ചു. ഓക്കെ. സോ ഒരു സർക്കിൾ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്കിളിന് ഒരു ടാൻജന്റും ഒരു സീക്കന്റും വരയ്ക്കണം. ഇതാണ് ഒരു ടാൻജന്റ്. ജസ്റ്റ് ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു. ഇതാണ് എന്ത്? സീക്കന്റ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഒരു സർക്കിൾ സച്ച് ദാറ്റ് വൺ ഈസ് എ ടാൻജന്റ് ആൻഡ് അതർ ഈസ് സീക്കന്റ്
ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദീസ് ടു ലൈൻസ് ആർ പാരലൽ. കണ്ടോ, രണ്ടും പാരലൽ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? this is tangent and this is secant. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, കാരണം ഇത് ചെറിയ ചാപ്റ്റർ ആണ്, ആകെ 10 പേജസ് ഉള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എന്താ പറയുക സെക്ഷൻ, അതേപോലെ അതിന്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.